10 വർഷമായി കഴുകാത്ത ഇൻ്റർലോക്ക് നമുക്ക് കഴുകി പെയിൻ്റ് അടിച്ച് കുട്ടപ്പനാക്കി കൊടുത്തു. ഹായ് ഗായ്സ്, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഇൻ്റർലോക്ക് കഴുകണം, പെയിൻ്റ് അടിക്കണം, പുതിയതാക്കി കൊടുക്കണം. വീട്ടിലാണെങ്കിൽ വയസ്സായ ഒരു ടീച്ചറും മാഷും മാത്രമേ ഉള്ളൂ. പറയാനും ആളില്ല, കുറ്റം പറയാനും ആളില്ല. എന്നാലും നമ്മൾ പണി കുറ്റമറ്റ രീതിയിൽ ചെയ്തു കൊടുക്കണം. അതാണ് സ്മാർട്ടിൻ്റെ ഉത്തരവാദിത്വം. ആദ്യം എല്ലായിടത്തും ബ്ലീച്ചിങ് പൗഡർ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറേ വർഷമായി കഴുകാത്ത ഇൻ്റർലോക്ക് ആയതുകൊണ്ട് ബ്ലീച്ചിങ് പൗഡർ നിർബന്ധമായിട്ടും വേണം. എന്നാലേ അതിന് മൊത്തം മണ്ണും ഇളകിയിട്ട് വരും. നമുക്ക് ഇൻ്റർലോക്ക് ക്ലീനിങ്ങിന് പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ആ വരുന്ന വഴി, കോൺക്രീറ്റ് ചെയ്ത വഴി മൊത്തം പായൽ കയറിയിട്ടുണ്ട്. അതും കൂടി വൃത്തിയാക്കി കൊടുത്താലേ ആ എടുത്ത പണിക്കൊരു അർത്ഥമുള്ളൂ. നമുക്ക് അതും കൂടി വൃത്തിയാക്കി കൊടുക്കണം. അങ്ങനെ ബ്ലീച്ചിങ് പൗഡർ എല്ലായിടത്തും ഇട്ടതിന് ശേഷം ഒരു വാട്ടർ ടാങ്ക് ഉണ്ടായിരുന്നു ക്ലീനാക്കാൻ. ആ വാട്ടർ ടാങ്ക് പോയി ക്ലീനാക്കി വന്നതിന് ശേഷം പ്രഷർ വാഷർ ഉപയോഗിച്ച് മുറ്റം ക്ലീനാക്കാൻ തുടങ്ങി. അങ്ങനെ വൃത്തിയാക്കാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലായി ഇതിന് പ്രഷർ വാഷർ മാത്രം പോരാ, ബ്രഷും കൂടി വേണമെന്ന് മനസ്സിലായി. അങ്ങനെ എല്ലായിടത്തും ആദ്യം നല്ല പാങ്ങ് ബ്രഷ് ചെയ്തു. അതിനുശേഷം പ്രഷർ വാഷർ ഉപയോഗിച്ച് വെള്ളം അടിച്ചു കൊടുത്തു. അപ്പോൾ അതിലുള്ള ചെളിയും മണ്ണും എല്ലാം ഇളകി വരാൻ തുടങ്ങി. അങ്ങനെ മുറ്റം ക്ലീൻ ആയിക്കൊണ്ട് വരാൻ തുടങ്ങി. എല്ലാ ചെളിയും മണ്ണും പോയാലേ നമ്മൾ പെയിൻ്റ് അടിച്ചെങ്കിൽ ആ പെയിൻറ്റ് നല്ല പിടിച്ച് നിൽക്കൂ. അതുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു ഇത്തിരി വരെ ബാക്കിയില്ലാത്ത പോലെ നമ്മൾ ക്ലീൻ ചെയ്യാൻ നമ്മൾ എപ്പോൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ ചെയ്യുന്നല്ല വേറെ ആറ് വന്ന് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളത് നോക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ആദ്യത്തെ ദിവസത്തെ വർക്ക് ഇത്ര ചെയ്തു. വൈകുന്നേരമായി, അന്നത്തെ വർക്ക് കഴിഞ്ഞു. ഇത് രണ്ടാമത്തെ ദിവസത്തെ വർക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻ്റർലോക്ക് കുറേ പഴയതായതുകൊണ്ട് പ്രഷർ വാഷർ അടിക്കുമ്പോൾ പൊട്ടി പൊളിഞ്ഞ് പോകുന്നുണ്ട്. അതാണ് ഞാൻ കയ്യിൽ പിടിച്ച് കാണിച്ചു തന്നത്. ഇൻ്റർലോക്ക് കട്ടായി പോകുന്നുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രഷർ വാഷർ അടിച്ചിട്ട് അതിൻ്റെ പെയിൻ്റ് ഇളകിപ്പോയത്. ഏകദേശം എല്ലായിടത്തും കറുപ്പ് കാണുന്നുണ്ടല്ലേ. ആ കറുപ്പ് കാണുന്നതെല്ലാം മണ്ണും ചെളിയൊന്നുമല്ല, ഇതുപോലെ പെയിൻ്റ് ഇളകിപ്പോയത്. അത് അറിയാൻ വേണ്ടിയാണ് ഞാൻ ആദ്യം നിങ്ങൾ ഡീപ്പായിരുന്നു കാണിച്ചു തന്നത്. ഇതിപ്പോൾ അപ്പുറത്തുള്ള കോൺക്രീറ്റ് ഇട്ട ആ ഭാഗം നമ്മളൊന്ന് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിന്, ബ്രഷ് ഇട്ടിന്, അതിനുശേഷം പ്രഷർ വാഷർ ഉപയോഗിച്ച് നന്നായി വെള്ളം അടിച്ചതിന് അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ മോട്ടർ ഉപയോഗിച്ച് വെള്ളമെല്ലാം അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ചെളിയെല്ലാം പോയിക്കൊള്ളുന്നു. അങ്ങനെ ആ പണിയും കഴിഞ്ഞു. അങ്ങനെ മുറ്റം ക്ലീനായി, കോൺക്രീറ്റ് സ്ലാബും ക്ലീനായി. ഇത് നമ്മൾ ചെയ്ത മൂന്നാമത്തെ ദിവസമാണ്. പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ് ഇന്ന്. ശരിക്കും മൂന്നാമത്തെ ദിവസം എന്ന് പറയുമ്പോഴേക്കും അത് 2 ദിവസം അത് ഉണങ്ങാൻ വെച്ചു. അതിന് ശേഷമാണ് നമ്മൾ വന്നത്. നന്നായി ഉണങ്ങിയാലേ പെയിൻറ്റ് ശരിക്കും അതിൽ അടിച്ച് പിടിക്കും. ഇതിലുള്ള കുറേ കാര്യങ്ങൾ, കുറേ വീഡിയോസ് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഞങ്ങളിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അതിലുള്ള സെൻറ്ററിലുള്ള ഡിസൈനെല്ലാം ഉണ്ടല്ലോ, ആ ഡിസൈനിലേക്കെല്ലാം ആദ്യം പെയിൻറ്റ് ചെയ്യണം. ആ പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അത് എല്ലാം എടുത്തെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ കുറേ ലെങ്ത്താവില്ലേ. അതുകൊണ്ട് അതൊന്നും കാണിക്കുന്നില്ല. അതിൻ്റെ കാഴ്ച കണ്ടുള്ളത് എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ. അങ്ങനെ ഡിസൈൻ്റെ പെയിൻറ്റിങ്ങെല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഭാഗം ഞങ്ങൾ റോൾ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ റോള് വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗമെല്ലാം ശരിക്കും മനസ്സിലാവും. പാച്ച് അടക്കാനുള്ള ഭാഗമെല്ലാം ശരിക്കും മനസ്സിലാവും. അതിന് വേണ്ടിയാണ് റോൾ ഉപയോഗിക്കുന്നത്. ആ പാച്ചുള്ള ഭാഗത്തേക്ക് ഞങ്ങൾ POP വെച്ച് ആ ഗ്യാപ്പെല്ലാം ഫില്ലാക്കും. ആ ഡിസൈനെല്ലാം കംപ്ലീറ്റ് ആക്കും. എപ്പോഴും സിമെൻറ്റ് ഗ്രൗട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് POP ആണ്. ഇൻ്റർലോക്കിൻ്റെ ആ പാച്ച് അടക്കാൻ ഏറ്റവും നല്ലത് POP ആണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, അതാണ് POP. അങ്ങനെ ഈ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തെല്ലാം നമ്മൾ POP ചെയ്ത് കൊടുത്തു. ഇനി ബാക്കിയുള്ള ഭാഗമെല്ലാം ഈ പാച്ച് വർക്കെല്ലാം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് പാച്ച് വർക്ക് ചെയ്യുമ്പോൾ നമ്മളെ ഇന്നത്തെ ഇൻ്റർലോക്ക് ക്ലീനിങ്ങിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആവും. മൊത്തം പാച്ച് തന്നെ ഏകദേശം എല്ലാം പഴയ ഇൻ്റർലോക്ക് ആയതുകൊണ്ട് എല്ലാം മൂല എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ട്. അവിടെ എല്ലാം നമ്മൾ POP വെച്ച് അതിൻ്റെ പഴയ ഷേപ്പിലേക്ക് ആക്കി കൊടുത്തു. വലിയ കുഴികളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം POP വെച്ച് അടച്ചു കൊടുത്തു. സിമെൻ്റ് ആണെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ ഇളകിയിട്ട് വരും. POP ആണെങ്കിൽ അവിടെ പിടിച്ച് നിൽക്കും. അതിനാണ് POP ഉപയോഗിക്കുന്നത്. എങ്ങനെയായി ഇൻ്റർലോക്ക്? പുതിയതുപോലെ ആയില്ലേ? വീടിന് തന്നെ ഒരു ലുക്ക് തന്നെ കിട്ടിയില്ലേ? വീടിൻ്റെ ലുക്ക് തന്നെ മാറി മൊത്തത്തിൽ. എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യം നിങ്ങൾ കണ്ടല്ലേ? എങ്ങനെ ഉണ്ടായിരുന്ന കാഴ്ച? ശരിക്കും സങ്കടം തോന്നിക്കൊണ്ട് ഒരു മുറ്റം കാണുമ്പോൾ സന്തോഷം തോന്നുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റിയെടുത്തില്ലേ? എങ്ങനെയുണ്ട് നമ്മളെ പണി? നിങ്ങൾക്കും ഇതുപോലെ ഇൻ്റർലോക്ക് ക്ലീൻ ആക്കാനും പെയിൻ്റ് അടിക്കാനുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാനുള്ള നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും.